നമസ്കാരം. തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് വലിയ തോതിൽ ചർച്ചയായ സിനിമയാണ് 96. വിജയ് സേതുപതി, തൃഷ എന്നിവർ അവിസ്മരണീയ പ്രകടനം കാഴ്ചവെച്ച സിനിമ തമിഴ് റൊമാന്റിക് സിനിമകളിൽ മുൻപന്തിയിലാണ്. 2018 റിലീസ് ചെയ്ത ഈ സിനിമ അന്നുണ്ടാക്കിയ ചർച്ചകൾ ചെറുതല്ല. സിനിമ കണ്ടവരുടെയെല്ലാം ഉള്ളിൽ നായകന്റെയും നായികയുടെയും നഷ്ടപ്രണയം വിങ്ങലായി. നിരവധി പുരസ്കാരങ്ങളും ഈ സിനിമയ്ക്ക് ലഭിച്ചു. ചിത്രം ഇറങ്ങിയത് മുതൽ പ്രേക്ഷകപ്രിയ പ്രണയ ചിത്രങ്ങളുടെ ലിസ്റ്റിൽ മാറ്റമില്ലാതെ തുടരുന്ന ഒന്നാണ് 96. ഇപ്പോഴത്തെ തൃഷ അവതരിപ്പിച്ച ജാനു എന്ന കഥാപാത്രമായി ആദ്യം നിശ്ചയിച്ചിരുന്നത് തന്നെയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് മഞ്ജു വാര്യർ. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് അത് തന്റെ അടുത്ത് എത്തിയില്ലെന്നും മഞ്ജു വാര്യർ പറയുന്നു. കൂടാതെ വെട്രിമാരൻ സംവിധാനം ചെയ്യുന്ന വിടുതലൈ പാർട്ട് 2-വിൽ തനിക്ക് വിജയ് സേതുപതിയോടൊപ്പം അഭിനയിക്കാൻ അവസരം ലഭിച്ചപ്പോൾ പ്രേംകുമാറിന് താൻ മെസ്സേജ് അയച്ചിരുന്നുവെന്നും മഞ്ജു വാര്യർ പറയുന്നു. എന്തുകൊണ്ടോ 96-ന് വേണ്ടിയുള്ള കോൾ എന്റെ അടുത്ത് എത്തിയില്ല. അവർ വിളിക്കാൻ ശ്രമിച്ചിരുന്നു. ആ അന്വേഷണം എന്റെ അടുത്ത് എത്തുന്നതിന് മുന്നേ വേറെ വഴിക്ക് പോയി. വിജയ് സേതുപതി സാർ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാര്യം അറിയുന്നത്. കുറച്ചു മുൻപ് ഒരു അവാർഡ് ഫംഗ്ഷനിൽ വെച്ചാണ് അദ്ദേഹം എന്നോട് ഈ കാര്യം പറയുന്നത്. ആ കഥാപാത്രത്തിലേക്ക് എന്നെ അന്വേഷിച്ചിരുന്നുവെന്ന് സാർ പറഞ്ഞു. ആ സിനിമയുടെ സമയത്ത് അവർക്ക് എന്നെ എന്തൊക്കെയോ ഡേറ്റ് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് അവർക്ക് തന്നെ ഒരു പിടിയും ഉണ്ടായിരുന്നില്ല. അതിനിടയിൽ എന്നെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി അവർ പാതി വഴിയിൽ ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. അങ്ങനെ പിന്നീട് അവർ തൃശ്ശയിലേക്ക് എത്തി. ഞാൻ വിടുതലൈ സിനിമയിൽ ജോയിൻ ചെയ്യാൻ പോയപ്പോൾ പ്രേമിന് മെസ്സേജ് അയച്ചിരുന്നു. നിങ്ങൾ എന്നെ വിജയ് സേതുപതിയുടെ കൂടെ വർക്ക് ചെയ്യാൻ സമ്മതിച്ചില്ല. പക്ഷെ ഞാനിതാ ഇപ്പോൾ അദ്ദേഹത്തിന് കൂടെ അഭിനയിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറയുന്നത് പോലെയാണത്. 96-ൽ എനിക്ക് പോലും തൃഷയെ അല്ലാതെ മറ്റൊരാൾ സങ്കല്പിക്കാൻ പറ്റില്ല എന്ന് ഒരു അഭിമുഖത്തിൽ മഞ്ജു വാര്യർ പറഞ്ഞത്. വർഷങ്ങൾക്ക് ശേഷം നടന്ന ഒരു സ്കൂൾ റീയൂണിയനിൽ വീണ്ടും കണ്ടുമുട്ടിയ പണ്ടത്തെ രണ്ട് പ്രണയികളുടെ കഥയാണ് ചിത്രം. ഇരുവരും പിരിഞ്ഞ് അവരവരുടെ ജീവിതവുമായി മുന്നോട്ട് പോയെങ്കിലും അവരുടെ സ്നേഹത്തിന് യാതൊരു മാറ്റവും വന്നിട്ടില്ലെന്നായിരുന്നു സിനിമ പറയുന്നത്. അവർ ഒരുമിച്ച് ചിലവിടുന്ന ഒരു രാത്രിയാണ് സിനിമയുടെ കഥ. തമിഴിൽ ഇറങ്ങിയ ചിത്രം പിന്നീട് തെലുങ്കിലേക്കും റീമേക്ക് ചെയ്തിരുന്നു. എന്നാൽ കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. സമാന്ത, ഷർവാനത്ത് എന്നിവരാണ് 96-ന്റെ തെലുങ്ക് റീമേക്കിൽ അഭിനയിച്ചത്. രണ്ട് സിനിമകളും സംവിധാനം ചെയ്തത് പ്രേംകുമാറാണ്. 96 കന്നഡയിലേക്കും റീമേക്ക് ചെയ്തിട്ടുണ്ട്. 99 എന്ന പേരിലാണ് റീമേക്ക് ചെയ്തത്. പ്രേം ഗംഭയാണ് സംവിധാനം ചെയ്തത്. ഭാവന, ഗണേഷ് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്തത്. ഈ സിനിമയും കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല. 96 തമിഴിനൊപ്പം എത്താൻ റീമേക്കുകൾക്കൊന്നും സാധിച്ചില്ല. 96 റിലീസ് ചെയ്തിട്ട് വർഷങ്ങൾക്കിപ്പുറവും റാം, ജാനു എന്നീ കഥാപാത്രങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിൽ നിലനിൽക്കുന്നു. 96-ലെ ഗാനങ്ങളും വൻ ഹിറ്റായിരുന്നു. 18 കോടിക്ക് നിർമ്മിച്ച 96 50 കോടിയാണ് കളക്ട് ചെയ്തത്. ഇക്കഴിഞ്ഞ പ്രണയദിനത്തിൽ ചിത്രം വീണ്ടും തിയേറ്ററിലെത്തിയിരുന്നു.